അവർ വന്നിട്ടില്ല, അവരെ വിളിച്ചോട്ടോ. സാറേ, 111 ദിവസമായി എൻ്റെ മോളെ കാണാണ്ടായിട്ട്. ഇനി കാണുമ്പോൾ എല്ലാം പറയാമെന്ന് സാറാന്ന് പറഞ്ഞില്ലേ? ആരാ സാറേ എൻ്റെ മോളെ കൊന്നത്? ഇന്ന് ആ കാര്യങ്ങളെല്ലാം അറിയാം. ഇന്നലെ ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ മാറി ആനന്ദപുരത്ത് ഒരു ആത്മഹത്യ നടന്നുണ്ട്. പേര് സഹദേവൻ. ഒരു ക്രിമിറ്റോറിയത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഈ സഹദേവന് അഞ്ജനയുടെ കൊലപാതകത്തിൽ വലിയൊരു പങ്കുണ്ട്. ആരെൻ്റെ അഞ്ജനെ കൊന്നത്? അതൊക്കെ നമുക്കിപ്പോൾ അറിയാം രഞ്ജു. കുറച്ച് വെയിറ്റ് ചെയ്യ്. നിങ്ങളുടെ വീടിൻ്റെ തൂണിൻ്റെ ഡിസൈൻ എന്താണെന്നറിയോ രഞ്ജുന്? അഞ്ജനയ്ക്കൊരു ഇഷ്ടമുണ്ടായിരുന്നു, വരുൺ. അഞ്ജനയുടെയും വരുണിൻ്റെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളായിരുന്നു അത്. എൻ്റെ സാറേ വയ്യ, എൻ്റെ മോളെ ആരല്ലാതൊക്കെയാണെന്ന് പറയൂ. ഭാവിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അഞ്ജനയ്ക്ക് അറിയാമായിരുന്നു അഞ്ജനയെ ആരാണ് കൊല്ലുക എന്നും. ആ കൊലപാതകം 111ാമത്തെ ദിവസം ഇന്ന് വെളിച്ചത്ത് വരുമെന്നും. ആ ദിവസത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന വെളിപ്പെടുത്തലാണ് നിങ്ങളുടെ വീടിൻ്റെ തൂണിൽ അഞ്ജന എഴുതിയ ഈ 111. കൂടെ അഞ്ജന പറയാൻ മറന്നുപോയ ഒരു പ്രണയവും. ദയവ് ചെയ്തു പറ, ആരെന്റെ മോളെ? ഇന്നലെ ആത്മഹത്യ ചെയ്ത സഹദേവനെ രഞ്ജുവിന് അറിയോ? ഇല്ലില്ല, എനിക്കൊരാളറിയില്ല. ആദ്യമായി ഞങ്ങൾ രഞ്ജിതയെ കാണുമ്പോൾ അനിയത്തിയെ നഷ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ വിഷമമായിരുന്നില്ല ആ മുഖത്ത് കണ്ടത്. പകരം അഭിനയം കറക്റ്റായിട്ട് നിർവഹിച്ചു എന്ന ആത്മവിശ്വാസമായിരുന്നു. അഞ്ജനയ്ക്ക് ചേച്ചിയായ തന്നെയാണ് ഇഷ്ടമെന്നുള്ള കാര്യവും രഞ്ജിത മറച്ചു വെച്ചു. എന്തിനായിരുന്നു അത്? അതെന്തോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ മോളെ കൊന്നു ഇവളാണെന്നോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സഹദേവനെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ സഹദേവനെ കണ്ടിരുന്നു. അവൻ പറഞ്ഞു തന്നോട് അവനുള്ള സ്നേഹവും തനിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്നുള്ള കാര്യവും. പക്ഷെ അവൻ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ കരുതിയില്ല. കൊന്നത് സഹദേവനാണെന്ന് അവൻ സമ്മതിച്ചു. അത് രഞ്ജിതയ്ക്ക് വേണ്ടിയാണെന്നും പറഞ്ഞു. ഇനി രഞ്ജിത പറ, എന്തിനാണ് അനീതിയെ കൊന്നത്? എന്റെ ദൈവം, ഞാൻ എന്തൊക്കെ കേൾക്കാൻ. അച്ഛനൊരാളാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരുന്നു. പക്ഷെ അവള് ജനിച്ചത് കൂടി ആ സ്നേഹം കുറയുന്നത് ഞാൻ അറിഞ്ഞു. അമ്മയുടെ മരണത്തോടെ അച്ഛൻ എന്നെ തീർത്തും ഒഴിവാക്കണ പോലെ എനിക്ക് തോന്നി. അച്ഛൻ എനിക്ക് തന്ന സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു, കണ്ണുനീരോടെ. അന്നു മുതൽ ഞാൻ അവളെ വെറുത്തു തുടങ്ങി. എന്നെ സ്നേഹിച്ച സഹദേവൻ എന്നോട് കല്യാണം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഒരു കാര്യം മാത്രം പറഞ്ഞോളൂ, അഞ്ജനയെ ഇല്ലാതാക്കണം. പലതവണ ഞാൻ അവൻ നിർബന്ധിച്ചപ്പോൾ അവൻ സമ്മതിച്ചു. ക്രിമിറ്റോറിയത്തിൽ വരുന്ന ഡെഡ് ബോഡികൾ കത്തിക്കുന്നതിനിടയിൽ അവൻ അഞ്ജനയെ ഇല്ലാതാക്കി. ആ കുറ്റബോധം അവനെ വേട്ടയാടിയിരുന്നു ഓരോ നിമിഷവും. അവൻ അതിനുശേഷം ജോലിക്ക് പോയിട്ടില്ല, പോകാൻ അവന് പറ്റിയില്ല. രഞ്ജിതയ്ക്ക് അടുപ്പമുള്ളവരിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് ഈ രഹസ്യങ്ങൾ പുറത്തു വരാൻ കാരണം. തനിക്ക് അനിയത്തിയോട് സ്നേഹമല്ല വെറുപ്പാണെന്നും സഹദേവനെന്നൊരു പ്രണയമുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് തൻ്റെ ഒരു കൂട്ടുകാരിയില്ലേ രേഖ, അവളാണ്. രേഖ വഴിയാണ് ഞങ്ങൾ സഹദേവനിലേക്ക് എത്തണത്. സഹദേവൻ വഴി ഇപ്പോൾ ഇവിടെ. ഈ അഞ്ജനയുടെ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ വരുൺ, അവൻ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ പറഞ്ഞിരുന്നു അഞ്ജന അവനോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാണോ അയാൾ വഴിയായിരിക്കാം ചിലപ്പോൾ ഇല്ലാതാവുന്നത്. അതാരാണെന്ന് അഞ്ജന വരുണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അഞ്ചു പോയി, ഇനി ഇവളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. ഇവളെ വെറുതെ വിടണം. അതെങ്ങനെ സാറേ, അത് കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണ്ടേ? അഞ്ജനയുടെ ആത്മാവ് എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അവൾ തീരുമാനിക്കട്ടെ ചേച്ചിയെ വെറുതെ വിടണം. അവൾ തീരുമാനിച്ചു ചേച്ചിയെ സ്നേഹിക്കാൻ.
ഹലോ, പറഞ്ഞു. രഞ്ജിത ഏ ആത്മഹത്യ ചെയ്തു. ഓ, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് രഞ്ജിത അനീത്തിനെ സ്നേഹിച്ചല്ലേ? ഓക്കെ. വരുൺ, അഞ്ജലിന് വരില്ല. അവളെ ഇല്ലാതാക്കിയവരെല്ലാവരും ആത്മഹത്യയും ചെയ്തു. ഇനി നീ അവരെ പിന്നാലെ പോകണ്ട. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി. അവൾക്കോ? അതെനിക്കറിയില്ല. അവൾക്ക് നിന്നെയും ഒരുപാട് ഇഷ്ടമായിരുന്നു. ആരും കാണാതെ അവളുടെ വീടിൻ്റെ തൂണിൽ അവളൊരു രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിന്നോടുള്ള പ്രണയമായിരുന്നു. ശ്വാസം കിട്ടാതെ അവസാനമായിട്ട് അവൾ പെടയുമ്പോഴും അവൾ കയ്യിൽ മുറുകെയൊരു സാധനം പിടിച്ചിരുന്നു. അത് നിന്നോടുള്ള ഈ സ്നേഹമായിരുന്നടാ. അഞ്ജന വരും. മറ്റൊരാൾക്ക് വേണ്ടി സഹദേവൻ അഞ്ജനയെ ഇല്ലാതാക്കിയപ്പോൾ ഇത് മാത്രം അവൻ കളഞ്ഞില്ല. കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ഇതവൻ എനിക്ക് തന്നു. ഇതിന് നിനക്കുള്ളതാണ്, നിൻ്റെ അഞ്ജനയുടെ ഓർമ്മയ്ക്ക്.